നടന വിസ്മയം മോഹൻലാലിന്റെ ഭാര്യ സുചിത്ര പൊതുവെ അഭിമുഖങ്ങളിൽ പ്രത്യക്ഷപ്പെടാറുള്ള വ്യക്തി അല്ലെങ്കിൽ പോലും അടുത്തിടെയായി ചില ഓൺലൈൻ ചാനലുകൾക്ക് അവർ ഇന്റർവ്യൂ അനുവദിച്ചിരുന്നു. മോഹൻലാലിന്റെ സംസാരങ്ങളും അഭിമുഖങ്ങളും വേണ്ടുവോളം കണ്ടിട്ടുള്ള മലയാളികൾക്ക് അദ്ദേഹത്തിന്റെ പ്രിയപത്നി സംസാരിക്കുന്നത് കാണാനും വിശേഷങ്ങൾ പങ്കുവെക്കുന്നത് കേൾക്കാനും വലിയ ഇഷ്ടമാണ്. ആരാധകരെ സംബന്ധിച്ചിടത്തോളം സുചിത്രയുടെ കണ്ണിലൂടെ ലാലിനെ അറിയാനുള്ള ആകാംക്ഷയും വലുതാണ്. അവതാരക രേഖ മേനോന് നൽകിയ എക്സ്ക്ലൂസീവ് അഭിമുഖത്തിൽ ലാലേട്ടനെ കുറിച്ചും ചെന്നൈയിലെ ജീവിതത്തെക്കുറിച്ചുമാണ് സുചിത്ര മനസ്സു തുറക്കുന്നത്. പണ്ടുപണ്ട് മോഹൻലാലിനെ വിവാഹം കഴിക്കുന്നതിന് മുൻപ് ലാലേട്ടന്റെ അഭിനയം കണ്ട് ആരാധന തോന്നി. അത് പിന്നീട് പ്രണയമായി രൂപപ്പെട്ട കാലത്ത് സുചിത്ര തൻ്റെ വീട്ടിൽ മോഹൻലാലിനെ അഭിസംബോധന ചെയ്തത് ഒരു കോഡ് പേരിലായിരുന്നു. ഒരുപക്ഷെ ദശാബ്ദങ്ങൾ പിന്നിട്ടിട്ടും ആ കോഡ് പേരിനെ കുറിച്ച് ഒരിക്കലും അറിയാതെ പോയവരിൽ ഒരാളാകും മോഹൻലാൽ. അഭിമുഖത്തിൽ രേഖ മേനോൻ തന്നെയാണ് തൻ്റെ ഗവേഷണത്തിൻ്റെ ഭാഗമായി ആ കോഡ് പേരിനെ കുറിച്ച് കണ്ടെത്തി സുചിത്രയോട് ചോദിച്ചത്. ഇപ്പോഴും ആ കോഡ് പേരിനെ കുറിച്ച് ഓർക്കുന്നുണ്ടോ എന്നായിരുന്നു രേഖയുടെ ചോദ്യം. അക്കാര്യം കണ്ടുപിടിച്ച രേഖയെ നോക്കി ഞെട്ടൽ രേഖപ്പെടുത്തിയ സുചിത്ര പിന്നീട് പൊട്ടിച്ചിരിക്കുകയും കോഡ് പേര് പറയുകയും ചെയ്തു. SKP, അതായിരുന്നു സാക്ഷാൽ മോഹൻലാലിന് സുചിത്ര നൽകിയ കോഡ് നെയിം. അതിൻ്റെ ഫുൾ ഫോം പറയാൻ കഴിയാതെ തലകുത്തിച്ചിരിക്കുന്ന സുചിത്രയെ പിന്നീട് അഭിമുഖത്തിൽ കാണാം. സുന്ദരക്കുട്ടപ്പൻ എന്നതിനെ ചുരുക്കി ലാലേട്ടനെ സൂചിപ്പിക്കാൻ സുചിത്ര പറഞ്ഞിരുന്ന കോഡ് നെയിമാണ് SKP. ചേട്ടൻ ഇതറിയുമോ എന്ന് പോലും എനിക്കറിയില്ല എന്നും സുചിത്ര ഇതിനോടൊപ്പം കൂട്ടിച്ചേർക്കുന്നുണ്ട്. അന്നത്തെ കാലത്ത് വീട്ടിൽ വിവാഹാലോചനകൾ വന്നു തുടങ്ങിയപ്പോഴാണ് തൻ്റെ പ്രണയം സുചിത്ര മാതാപിതാക്കളോട് തുറന്നു പറയുന്നത്. അമ്മയോടും അമ്മായിയോടും സുചിത്ര മനസ്സു തുറന്നു. തനിക്ക് പ്രണയമുണ്ട്. കക്ഷിയുടെ വീട് തിരുവനന്തപുരത്താണ്. അദ്ദേഹത്തെ കല്യാണം കഴിച്ചാൽ മതി. സുചിത്രയുടെ വാക്കുകൾ കേട്ട് ഏതോ ഒരു പയ്യനെന്ന് കരുതിയ വീട്ടുകാർ പിന്നീട് ഞെട്ടി. നടൻ മോഹൻലാലിനെ ഇഷ്ടപ്പെടുന്നുവെന്നാണ് സുചിത്ര പറഞ്ഞത്. പിന്നീട് സുചിത്രയുടെ പിതാവ് നടി സുകുമാരിയോട് കാര്യം അവതരിപ്പിക്കുകയും അവർ വഴി മോഹൻലാലിന്റെ കുടുംബത്തോട് കാര്യം പറയുകയുമായിരുന്നു.